വീഴാൻ പോയപ്പോ പൊട്ടിയല്ലേ, എന്നാ ചെയ്യാനാ? അത് മക്കളെ ഞാൻ കുറേ തവണ വിളിച്ചതാ. അത് മോള് കേൾക്കാത്തോണ്ട് മോള് വല്ല ജോലിത്തിരക്കിയാവും. ശല്യപ്പെടുത്തണമെന്ന് വിചാരിച്ചതല്ലേ അച്ഛന് വെള്ളം എടുക്കാൻ പോയത്. അയ്യോ വേണ്ടേ, ഇനി എനിക്ക് പണി തരാതെ ആകാൻ പോയി അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പണിയെടുത്ത് മനുഷ്യന് നാട്ടു കൊടുക്കും. ഞാൻ കേട്ടായിരുന്നല്ലേ? അപ്പോ ഉരുത്തക്കേട് കാണിക്കണമെന്നല്ലടാ അമ്മ നിന്നെ വഴക്ക് പറയാറ്. മതിയോ? എന്നാടാ മക്കളെ, ഇന്നെനിക്ക് ഓർച്ച് വേണ്ട. എനിക്ക് 2 ഇഡ്ഡലിയും കഴിച്ച് ആക്കട്ടെ. നാളെ 2 ഇഡ്ഡലിയും എടുക്കണം. അച്ഛനിപ്പോ ഇഡലി കഴിക്കണം. ഒന്നാമത്തെ ഷുഗർ എങ്ങാനും കൂടിപ്പോയി വീണ് പോയാലേ പൊക്കിക്കൊണ്ട് പോകാൻ ആരും വിടില്ല. അതുകൊണ്ട് ഓട്സ് കഴിച്ചാൽ ഇല്ലാത്ത സമയത്ത് മനുഷ്യനതൊന്നും ഉണ്ടാക്കി വെക്കുമ്പോൾ ഓരോരോ വേഷം കെട്ട് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കണം. അല്ലാതെന്താ? അപ്പോ കഴിച്ചങ്ങോട്ട്. അല്ലേ വയസ്സാം കാലത്ത് ഓട്സൊക്കെ തന്നെ നല്ലത്. അസുഖമൊന്നും വരത്തില്ലല്ലോ.
മുത്തശ്ശിയോട് ദേഷ്യപ്പെട്ടു. അമ്മ ഇതുവരെ മുത്തശ്ശിയോട് സോറായിട്ടുണ്ടോ? വാതൊന്ന് പറയാനാ സോറായിട്ടുണ്ടോന്ന്? ഇല്ല. നിങ്ങൾക്ക് എത്ര വയസ്സിന് മുതിർന്ന അമ്മ മുത്തശ്ശൻ മുത്തശ്ശനെ നഷ്ടപ്പെട്ടോ? അമ്മയെ പഠിക്കാൻ ഞാൻ പഠിക്കുന്നത് ഇപ്പൊ അമ്മ മുതിർന്നവരെ നഷ്ടപ്പെക്കാതെ എന്നോട് നഷ്ടപ്പെക്കാൻ പറയാൻ നമുക്ക് എന്താ അവകാശം? നമുക്ക് എന്താ അവകാശം? I am sorry, Appu. മുത്തശ്ശനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നെങ്കിൽ സ്നേഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷെ നീ പറഞ്ഞത് ശരിയാ, റെസ്പെക്ട് ചെയ്യണം. എന്നോട് ശരിക്കും സോറി എന്നോടല്ല അമ്മ പറയുമ്പോൾ മുത്തശ്ശനോടാണ്. അച്ഛന് ഷുഗർ ഉള്ളത് പേടിച്ചിട്ടില്ല. അച്ഛൻ ഞാൻ ഈ സ്വീറ്റ്സും തരാതെ. ഷുഗർ മക്കളെ ഇത്തിരി കൂടുതലാണ്. എന്നാൽ ഈ മക്കൾക്ക് ഞാൻ ഒരേ പോയി അച്ഛാ നീ ഞാൻ കാണാണ്ട് ഈ സ്വീറ്റ്സ് ഒന്നും എടുത്ത് കഴിക്കല്ലേ? സ്നേഹത്തോട് സംസാരിച്ചു. അയ്യോ ഭയങ്കര സന്തോഷം. മുത്തശ്ശിനെ സംസാരിച്ചപ്പോൾ മുത്തശ്ശിന്റെ സന്തോഷം തുടങ്ങി. ഈ മുത്തശ്ശിന് സങ്കടം വന്നാലും കാര്യം സന്തോഷം വന്നാലും കാര്യം എന്താ സ്നേഹമുള്ളത്തിൽ ബഹുമാനമുള്ളൂ. സ്നേഹം അങ്ങനെയാണ്. മനുഷ്യന് കിട്ടിയാലും കയറി, കിട്ടിയില്ലെങ്കിൽ കയറി. സ്നേഹം ഒരു തോളുള്ള വികാരമാണ്. അത് മനസ്സിലാക്കി തന്നത്